ബീഹാർ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി മഹാസഖ്യം. അവകാശപ്പെട്ട സീറ്റ് നൽകാൻ RJD തയ്യാറായില്ലെന്നാണ് JMMന്റെ ആരോപണം. സഖ്യത്തിലെ മര്യാദകൾ RJD ലംഘിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പിയാസുനിലുണ്ട്. പിയാസുനിൽ, RJDക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വരുന്ന സാഹചര്യം, ഒരുപക്ഷെ കോൺഗ്രസ് അധ്യക്ഷനെതിരെ പോലും RJD സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കുമെന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്താണ് സംഭവിക്കുന്നത്? അങ്ങോട്ട് ശരിയാവുന്നില്ലേ? നമ്മൾ സാധാരണ ഭാഷയെ പറഞ്ഞ മെനെ ആവുന്നില്ലല്ലോ. പിയാസുനിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും മഹാസഖ്യത്തിൽ വലിയ തർക്കങ്ങൾ തന്നെയാണ്. NDA സഖ്യത്തിൽ തർക്കങ്ങളൊക്കെ അവസാനിച്ച ഒരു പ്രചരണത്തിലേക്ക് NDA സഖ്യം നീങ്ങുമ്പോൾ മഹാസഖ്യത്തിൽ ഇതുവരെ ഒരു സമവായം ഉണ്ടായിട്ടില്ല. RJDക്കിടയിലും കോൺഗ്രസിനിടയിലും വലിയ തർക്കം തന്നെയാണ്. ഇപ്പോൾ 7-8 സീറ്റുകളിൽ സൗഹൃദ മത്സരം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ ബീഹാറിലെ PCC അധ്യക്ഷൻ തന്നെ ഇപ്പോൾ RJDക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ്. തേജസ്വി യാദവ് ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിച്ച് സീറ്റുകൾ പിടിച്ചെടുക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ വലിയ ആക്ഷേപം കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ ഒരു സമവായ ചർച്ചകൾ തന്നെ വേണ്ടിവരും. വലിയ തലത്തിൽ, ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ തലത്തിലൊക്കെ തന്നെയുള്ള ചർച്ചകൾ വേണ്ടിവരും ഇപ്പോൾ ഈ മഹാസഖ്യത്തിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ. ഇനി JMMന്റെ സാഹചര്യം എടുത്താൽ, JMM ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. അത് 6 സീറ്റിൽ നിന്ന് 10 സീറ്റാക്കി ഉയർത്താനുള്ള തീരുമാനം JMM എടുത്തിരിക്കുകയാണ്. 2 സീറ്റ് നൽകാം എന്നതാണ് RJDയുടെ വാഗ്ദാനം. ചുരുങ്ങിയത് 10 സീറ്റ് വേണം എന്ന് JMM ആവശ്യപ്പെടുകയാണ്. ജാർഖണ്ഡിൽ അവിടുത്തെ കോൺഗ്രസ് JMM സഖ്യത്തിൽ RJDയുമുണ്ട്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 6 സീറ്റ് RJDക്ക് നൽകിയതാണ്. അവിടെ 4 സീറ്റിൽ RJD വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ജാർഖണ്ഡിൽ അങ്ങനെ ഒരു സഖ്യമുണ്ട്. പക്ഷെ അതിന് സമാനമായ ഒരു സഖ്യത്തിന് മഹാസഖ്യം ബീഹാറിൽ തയ്യാറാകുന്നില്ല, RJD തയ്യാറാകുന്നില്ല എന്നൊരു ആക്ഷേപം JMM ഉയർത്തുകയാണ്. ഈ ജാർഖണ്ഡ് ബീഹാർ അതിർത്തിയിലെ 2 ST സീറ്റുകളിൽ JMMന് വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ ആ 2 സീറ്റുകൾക്കൊപ്പം തന്നെ അതിന് സമീപമുള്ള 4 സീറ്റുകൾ കൂടി വേണം എന്നതാണ് JMMന്റെ ആവശ്യം. അപ്പോൾ ആദിവാസി മേഖലയിലൊക്കെ തന്നെ വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് JMM. അപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ തീർച്ചയായും അത് ചില മേഖലകളിലെങ്കിലും മഹാസഖ്യത്തിന് തിരിച്ചടിയായി. താങ്ക് യു. പിയാസുനിലാണ് വിവരങ്ങൾ നൽകിയത്. പിയാസുൽ, ഒരു കാര്യം കൂടി, പിയാസുൽ പോയില്ലെങ്കിൽ, പിയാസുലിൽ ദീപാവലിയാണ്, ആഘോഷങ്ങളൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. ദില്ലിയൊക്കെ ഒരു മൂഡിലേക്ക് എത്തിയോ? തീർച്ചയായും ഇന്ന് ചോട്ടി ദിവാലിയാണ്, നാളെയാണ് വലിയ ദീപാവലി. ഏതായാലും ഇന്ന് ഡൽഹിയൊക്കെ തന്നെ ഈ വിളക്കുകളുടെ ഒരു ഉത്സവമായിരിക്കും. ഡൽഹിയിലൊക്കെ തന്നെ എല്ലാ വീടുകളിലും വിളക്കൊക്കെ തെളിച്ച്, അതുപോലെ തന്നെ എല്ലാ കെട്ടിടങ്ങളിലൊക്കെ തന്നെ ഒരുപാട് രാത്രി വിളക്കുകളൊക്കെയുള്ള നല്ല രസകരമായൊരു കാഴ്ചയായിരിക്കും ഇന്ന് രാത്രി. ചോട്ടി ദിവാലിയാണ്, നാളെ വലിയ ദീപാവലിയാണ്. ഏതായാലും ഇത്തവണ ദീപാവലിക്ക് ഈ പടക്കങ്ങൾക്കൊക്കെ തന്നെ വലിയ നിയന്ത്രണമുണ്ട്. കാരണം ഈ മഞ്ഞുകാലത്തിന്റെ തുടക്കത്തിലാണല്ലോ ദീപാവലി എന്നത്. അപ്പോൾ ദീപാവലി ദിനത്തിലെ ഈ ഒരു പടക്കങ്ങളുടെ പൊട്ടിക്കലൊക്കെ തന്നെ അന്തരീക്ഷ മലിനീകരണം ശക്തമാക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയൊക്കെ ഇടപെട്ട് ഗ്രീൻ ക്രാക്കറാണ് ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ നിയന്ത്രണങ്ങളുണ്ട്. ഏതായാലും ദീപാവലി ആഘോഷത്തിനായി ഉത്തരേന്ത്യ ആകെ ഒരുങ്ങിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു പിയാസുനിൽ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലും നിയന്ത്രണങ്ങൾ വേണേ. പടക്കം പൊട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. വലിയ രീതിയിലുള്ള വലിയ പടക്കങ്ങളൊന്നും പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കരുത്. വർണ്ണങ്ങൾ ഉണ്ടാവുന്ന പൂത്തിരികൾ കത്തട്ടെ. ചൈനീസാണ് കേട്ടോ ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ലത്.